ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും വെള്ളയപ്പത്തിൻ്റെ കൂടി ഇഡ്ഡലിയുടെ കൂടി ഒക്കെ ഒരുപോലെ പോകുന്ന ആ ഒരു നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1.5 കിലോഗ്രാം ചിക്കൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, 2 പച്ചമുളക് നെടുകെ കീറിയെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില കേട്ടോ. പിന്നെ ചതച്ചെടുക്കാനായിട്ട് ഒരു പീസ് ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരച്ചെടുക്കുന്നു വേണ്ട, ചതച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കുരുമുളക് ആ ഒരു മിക്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലോട്ട് ആവാൻ പോകുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പൊടിയുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് സവാള വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടത് വഴണ്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് തന്നെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ. മുൻപൊക്കെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നത് ഒരുപാട് മസാല ചേർക്കുമ്പോഴല്ല, മസാല കുറച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ ഇതാ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഒരു 2 തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഈ തക്കാളിക്കൊന്ന് ഉടഞ്ഞ് വരട്ടെ, ഉള്ളിയുടെ കൂടെ എല്ലാം കൂടി ഉടഞ്ഞൊന്ന് മിക്സായി വരട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സവാളയുടെ കൂടെ തക്കാളി നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എപ്പോഴും ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യുക കേട്ടോ. തീരെ ചെറുതാക്കിയിട്ടും അല്ല, ഒരുപാട് വലുതാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് ഉപ്പും പുളിയൊന്നും അങ്ങനെ പിടിച്ച് വരില്ല. അപ്പോൾ ചെറിയൊരു പീസായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇനി ചിക്കനും കൂടിയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചിക്കനിൽ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഈ ഒരു ടൈമിൽ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി സ്മെല്ല് ഉണ്ടാവുക. നമ്മൾ ആ മറ്റേ മുളക് പൊടിയൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ ചേർത്താൽ മതി. അതും കൂടി ചേർത്ത് ഞാൻ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചൊന്ന് വേവിക്കുക. ചിക്കനിൽ വെള്ളം ഇറങ്ങി വരാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കനിന് ചെറുതായിട്ടൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ല. കാരണം നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന്, നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോരം തിക്നെസ്സാണോ വേണ്ടത് അതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മളൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതിലേക്ക് ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളൊന്ന് കുറുക്കി ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്.
ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെറുതായിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് അപ്പോൾ ഉള്ളത് കേട്ടോ. ഇപ്പോഴും ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്, നമുക്കൊന്ന് വറ്റിയെടുക്കണം. ഇനി ഇതാ വെള്ളമൊക്കെ ചെറുതീയിലിട്ട് വറ്റിച്ചെടുത്തിട്ട് 4 പുറത്തുനിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഗ്രേവി നന്നായിട്ട് കുറുകി വരും കേട്ടോ. അപ്പോഴാണ് ആ ഒരു കിടിലൻ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കി. ചെറുതീയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. കണ്ടില്ലേ, 4 പുറത്തുനിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയും ആവശ്യത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഷ്ടം പോലെ നമുക്ക് കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ പാകത്തിന് തന്നെ ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം. ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് എടുക്കുന്നത്. ഇനി ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കോഴിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നാടൻ കോഴിക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.